താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ്റെ കൊലപാതകത്തിലേക്ക് തന്നെയാണ് വീണ്ടും ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം. ഒരു കുട്ടി, അതായത് ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പറയുകയാണ്, എനിക്ക് അവനെ മര്യാദയ്ക്കൊന്നും തല്ലാൻ പറ്റിയില്ല, ഞാൻ അവൻ്റെ കണ്ണിന് 4 കുത്തുകുത്തിയതേ ഉള്ളൂ എന്ന്. അങ്ങനെ എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന രാക്ഷസീയമായ ചിന്ത എങ്ങനെയാണ് ഈ കുട്ടികളിൽ വളർന്നു വരുന്നത് എന്നുള്ളത് സാമൂഹികമായ വിഷയം എന്നുള്ള നിലയിൽ പരിശോധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഷഹീദ് തന്നെ വീണ്ടും തുടരുന്നുണ്ട്. ഷഹീദ്, ഇനിയിപ്പോൾ നടപടികൾ എന്തൊക്കെയാണ്? നിശ്ചയമായും ബന്ധപ്പെട്ട നടപടികൾ ഈ ജുവനൈൽ നടപടിക്രമങ്ങൾ പ്രകാരമാണ് പുരോഗമിക്കേണ്ടത്. ഒപ്പം ഈ കുട്ടികളുടെ മാതാപിതാക്കളെയും വിളിപ്പിച്ചിരുന്നു ഇന്നലെ. അതിനുശേഷം കുട്ടികളെ മാതാപിതാക്കളുടെ കൂടെ തന്നെ തിരികെ വിടുകയാണ് ചെയ്തത്. ഇന്നത്തെ നടപടിക്രമങ്ങൾ എപ്പോൾ ആരംഭിക്കും? അഭിലാഷ്, തീർച്ചയായും പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ തന്നെ കുട്ടികളെ വിളിച്ചു വരുത്തിയിരുന്നു. കുട്ടികളിൽ നിന്നും പ്രാഥമികമായി മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഏറെക്കുറെ ചിത്രം പോലീസിന് ലഭിച്ചത്. നെഞ്ചക്ക് ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളത് ഇന്നലെ കുട്ടികളിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നീട് കുട്ടികളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടത്. ഇന്ന് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ കുട്ടികളെ ഹാജരാക്കുന്നുണ്ട്. അതിൻ്റെ പോലീസ് അവർ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മെഡിക്കൽ കോളേജിലാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പിന്നീട് പോലീസ് ഈ തുടർ നടപടികളിലേക്ക് പോകും. അതായത് ഈ ആക്രമിച്ച വിദ്യാർത്ഥികളെ വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് പോകും. അതിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം താമരശ്ശേരിയിലേക്ക് ഇപ്പോൾ ഷഹബാസിൻ്റെ മൃതദേഹം കൊണ്ടുവരും. ഇവിടെ തൊട്ടടുത്തുള്ളൊരു മദ്രസയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം തന്നെ വൈകിട്ടോട് കബറടക്കം നടക്കുകയും ചെയ്യും. സമാന്തരമായി തന്നെ പോലീസ് ഈ രീതിയിൽ ഈ കുറ്റകൃത്യം നടത്തിയ ഈ വിദ്യാർത്ഥികളെ ആക്രമിച്ച വിദ്യാർത്ഥികളെ എതിരെയുള്ള നിയമ നടപടികൾ പോലീസ് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാമത്തെ ആക്രമണം നടന്ന താമരശ്ശേരിയിലുള്ള മാളിന് സമീപത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് കുറച്ചുകൂടി ഗുരുതരമായ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. അവിടെ വെച്ചാണ് ഒരുപക്ഷെ ഷഹബാസിനെ അപായപ്പെടുന്ന അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള പരിക്കേൽക്കുന്നതും അവിടെ വെച്ചായിരിക്കും. നെഞ്ചക്ക് പ്രയോഗിക്കുന്നതൊക്കെ അവിടെ വെച്ചാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ട്യൂഷൻ സെൻ്ററിന് സമീപത്തുള്ള ഹോട്ടലിൽ സമീപം വെച്ച് നടന്ന ആദ്യത്തെ സംഘർഷത്തിൽ വലിയ തോതിലുള്ള ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അക്രമങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ മാളിനടുത്ത് വെച്ച് രണ്ടാമത് നടന്ന സംഭവത്തിലായിരിക്കും ഒരുപക്ഷെ വലിയ തോതിലുള്ള അക്രമം ഉണ്ടാവുകയും ഷഹബാസിനെതിരെ നെഞ്ചക്കുപയോഗിച്ചുള്ള ആക്രമണം നടക്കുകയും ഒക്കെ ചെയ്തിരിക്കുക. അതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികൾ സഞ്ചരിച്ച വഴികൾ രാഹുൽ ഉണ്ട്, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ, ബന്ധുക്കളെ സംബന്ധിച്ച് മുതിർന്ന ആളുകളുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണം എന്ന കാര്യം അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ട്യൂഷൻ സെൻ്റർ അധികൃതർ, അതുപോലെ തന്നെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ അധികൃതർ, ഇവരൊക്കെ നടന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇതൊരു തുടർച്ചയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം മുമ്പും ഈ 2 സ്കൂളിലെയും, താമരശ്ശേരി സ്കൂളിലെയും എളേറ്റിൽ സ്കൂളിലെയും തമ്മിലുള്ള കുട്ടികൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. മുമ്പ് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളും ഉണ്ടാക്കി പരസ്പരം കൊലവിളി മുഴക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അദ്ദേഹം അവിടെ ആ സ്കൂളിലെ ഈ ട്യൂഷൻ സെൻ്ററിലെ പരിപാടിയിൽ പങ്കെടുത്ത ആൾ പോലുമല്ല. അപ്പോൾ ഇതിൻ്റെ ഭൂതകാലം കൂടി പരിശോധിക്കുകയും ആരൊക്കെ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്ന് പരിശോധിക്കുകയും ചെയ്യണമെന്ന ആവശ്യം കുടുംബാംഗങ്ങൾക്കുണ്ടോ? തീർച്ചയായും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അത്തരത്തിലുള്ള ആവശ്യവുമുണ്ട്. കാരണം കുട്ടികൾ ഈ തമ്മലടിക്കുന്നത് ആദ്യ സംഭവമല്ല, രണ്ടാമത്തതല്ല, മൂന്നാമത്തതല്ല, തുടർച്ചയായി ഇങ്ങനെ അടിപിടി കൂടുകയാണ്. ആ സമയത്ത് കണ്ടു നിൽക്കുന്നവർ, അധ്യാപകരൊക്കെ ഇടപെടും, പിന്നീട് അത് പരിഹരിക്കും. അതിന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ അത് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആവശ്യവും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരസ്പരം തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടും സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട സമയത്തും സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒരു മത്സര ഇനത്തിലെ ഫലവുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായത് ഏത് ഇനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അത്തരത്തിൽ സംഘർഷം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ വാർത്തയുമായി വന്നിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും ആസൂത്രണമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമയം തൊട്ട് തന്നെ വിധത്തിൽ വിദ്യാർത്ഥികൾ പരസ്പരം പോരടിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സ്കൂളിൽ കോമ്പൗണ്ടിലുണ്ടായിരുന്ന പ്രശ്നം അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല, അതിങ്ങനെ തുടർന്ന് വന്നിരുന്നു. അതിൻ്റെയൊക്കെ ഒരു കണക്റ്റഡ് ആയി തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ സംഭവം ഞായറാഴ്ച ഈ
ട്യൂഷൻ സെൻറ്ററിന് സമീപമുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് ഫെയർവെൽ പാർട്ടി നടക്കുന്നത്. വളരെ ആർഭാടപൂർവ്വം നടത്തിയ പരിപാടിയാണ്. അവിടെ എളേറ്റിൽ സ്കൂളിലെ ഷഹബാസ് പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടിക്കിടെയാണ് ഈ സാങ്കേതിക തകരാറുണ്ടാവുകയും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവുകയും ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ ആ സമയം തന്നെ പ്രശ്നമുണ്ടായി. അധ്യാപകരോട്ടു പ്രശ്നം അവിടെ മാത്രം പരിഹരിച്ചു. ഈ പ്രശ്നമുണ്ടാക്കിയ വിദ്യാർത്ഥികൾ ഇനി ട്യൂഷൻ സെൻറ്ററിലേക്ക് വരേണ്ടതില്ല എന്ന നിർദ്ദേശം താക്കീത് നൽകിയിരുന്നു എന്നുകൂടിയാണ് ഈ സെൻറ്ററുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ഈ സംഘർഷമുണ്ടായതാകട്ടെ ട്യൂഷൻ സെൻറ്ററിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, ഷഹബാസ് തന്നെ ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല, കുട്ടി പൂനൂരിലുള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നു എന്നാണ് ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും പരമാവധി അംഗബലം കൂട്ടി അടിച്ചു തീർക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പരമാവധി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉള്ള ഒരു രീതി, അടിച്ചു തീർക്കുക എന്നൊരു രീതി തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു പശ്ചാത്തലം ശരിയായി പറഞ്ഞാൽ ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് കടുത്ത നടപടികൾ വേണം. അതിന് അധ്യാപകർ കാര്യക്ഷമമായി തന്നെ ഇടപെടണം എന്നൊരാവശ്യം കൂടി ബന്ധുക്കളും നാട്ടുകാരും കാര്യമായി തന്നെ ഉയർത്തുന്നുണ്ട്. അഭിലാഷ്, അടുത്ത നടപടികൾ തന്നെ വേണം. കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, യുവാക്കളെ ഒക്കെ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നയിക്കുന്നതിൽ തടയുന്നതിന് കൃത്യമായ ഇടപെടൽ, കർശന നടപടികൾ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ തുടരെ ആവർത്തിക്കുന്നത്, ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അത് സംഭവിക്കുന്നത് സമൂഹത്തിന് ഒട്ടും നല്ലതല്ല. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്നത്, അതും സഹപാഠികൾ കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിന് കർശനമായ നടപടി ഉണ്ടായേ പറ്റും.